നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. കേരളം ദരിദ്ര കേരളമായി മാറണമെന്നതാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് MV ഗോവിന്ദൻ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന ഇല്ലെന്ന് സുരേഷ് ഗോപി. മുകേഷ് MLAക്കെതിരെ ബലാത്സംഗ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. മലയാളികളോട് അശേഷം സ്നേഹമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് EP ജയരാജൻ. സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നിർബന്ധമായി നൽകണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ജനം ആവശ്യപ്പെട്ടു. വഴിയടക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു, ജനം നിയമ നടപടിക്ക്. പ്രതിഷ്ഠാ ദിനത്തിൽ മച്ചാട് തിരുവാണിക്കാവിൽ വൻ ഭക്തജന തിരക്ക്. കുറാഞ്ചേരിയിലെത്തിയാൽ ഐ ലവ് യു കോർണറിൽ സെൽഫി എടുക്കാം. വാർത്തകൾ വിശദമായി. കേരളം ദരിദ്ര കേരളമായി മാറണമെന്നതാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് MV ഗോവിന്ദൻ. കേരളം ദാരിദ്ര്യ കേരളമായി മാറണമെന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കേരള വിരുദ്ധ നിലപാടാണ് കേരളം സ്വീകരിക്കുന്നതെന്നും കേരളത്തിലെ BJPയും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാനവ വികസന സൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കേരളം മുൻപിലാണ്. എന്നാൽ ഒരു തരത്തിലും കേരളം മുന്നോട്ട് പോകരുതെന്നാണ് കേന്ദ്രത്തിന്റെ ആഗ്രഹം. കേരളം ദരിദ്ര കേരളമായി മാറണമെന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയടക്കം ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന ഇല്ലെന്ന് സുരേഷ് ഗോപി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയില്ലെന്ന് സുരേഷ് ഗോപി. ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലയിലേക്കാണ് എന്നും കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് എന്നും സുരേഷ് ഗോപി സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി. ഡൽഹിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. ഓരോ വകുപ്പുകൾക്കാണ് ബജറ്റ് വകയിരുത്തിയത്. അവിടെ കേരളം, ബീഹാർ എന്ന് തരംതിരിച്ച് കണ്ടിട്ടില്ല. കേരളം നിലവിളിക്കാതെ കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണമെന്നും ചുമ്മാ പുലമ്പൽ നടത്തിയാൽ പോരാ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വരണമെന്നും വകുപ്പ് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രചരിപ്പിച്ചോളൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വിവാദ പ്രസ്താവനയിൽ എന്നോട് ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഒഴിഞ്ഞുമാറുകയായിരുന്നു. മുകേഷ് MLAക്കെതിരെ ബലാത്സംഗ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. മുകേഷ് MLAക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുകേഷിനെതിരായ ഡിജിറ്റൽ സാഹചര്യ തെളിവുകളടക്കം അടങ്ങുന്നതാണ് കുറ്റപത്രം. പരാതിക്കാരിയുമായി മുകേഷ് നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും SIT പറയുന്നുണ്ട്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിരുന്നത്. താരസംഘടന അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. നേരത്തെ മുകേഷിനെതിരെ തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 2011 സിനിമാ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടിയെന്നായിരുന്നു നടിയുടെ പരാതി. പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. മലയാളികളോട് അശേഷം സ്നേഹമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് EP ജയരാജൻ. മലയാളികളോട് അശേഷം സ്നേഹമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് EP ജയരാജൻ. ജോർജ് കുര്യന്റെ പ്രസ്താവനയോടെ അത് കൂടുതൽ വ്യക്തമായെന്നും BJP കേരള വിരുദ്ധ പാർട്ടിയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യനീതി ലഭ്യമാക്കണം. കേരളം തകർന്നാൽ സഹായിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ഇക്കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ച അദ്ദേഹം ജോർജ് കുര്യന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണമുണ്ടാകണമെന്നും പറഞ്ഞു. സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നിർബന്ധമായി നൽകണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ജനം ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നിർബന്ധമായി നൽകണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ജനം ആവശ്യപ്പെട്ടു. ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു എന്ന പരാതിയും പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് RTOയ്ക്ക് നിർദ്ദേശം നൽകി. സ്കൂളുകൾക്ക് കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയില്ലെന്ന് ഉറപ്പുവരുത്താൻ എക്സൈസ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. റോഡ് നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ അപകട മുന്നറിയിപ്പ് റോഡുകൾ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
തലപ്പള്ളി തഹസിൽദാർ MR രാജേഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ CA ഷൈജു, വിവിധ വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വഴിയടക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു, ജനം നിയമ നടപടിക്ക്. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിലെ റോഡ് വിവാദം നിയമ നടപടികളിലേക്കും മുഖ്യമന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതിയുമായി ഒരുപറ്റം ആളുകൾ മുന്നോട്ടു പോകുന്നതിനിടെ വഴി അടച്ചുകെട്ടിയ ദേവസ്വം ഓഫീസറെ അനുകൂലിച്ച് ചിലർ രംഗത്തെത്തി. വഴി ദേവസ്വത്തിൻ്റെതാണെന്ന മുൻ ഉപദേശക സമിതി സെക്രട്ടറി PN രാജൻ, സമിതി അംഗമായിരുന്ന നാരായണൻ എന്നിവരുടെ നിലപാട്. റോഡ് ദേവസ്വത്തിൻ്റെതാണെന്നും ദേവസ്വത്തിന്റെ ഒരു തുണ്ട് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും ഇവർ പറഞ്ഞു. ഞാൻ PN രാജൻ. ഞാൻ ഒരു 50 കൊല്ലമായിട്ട് ഈ ക്ഷേത്രത്തിൽ സ്ഥിരം വരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് പത്രത്തിൽ ന്യൂസ് കണ്ടു, അമ്പലത്തിൻ്റെ പിൻവശത്തുള്ള വഴി അടച്ചു കെട്ടി, അതിനെതിരെ പ്രക്ഷോഭമുണ്ടായി, അതെടുത്ത് മാറ്റി എന്നൊക്കെ. എൻ്റെ അറിവിൽ ഈ വഴി ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണെന്നാണ് എൻ്റെ അറിവ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആനക്കടവും ജനങ്ങൾക്ക് കുളിക്കാനൊരു കടവാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. അല്ലാതെ ഇവിടുന്ന് റോഡ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് അറ്റം വരെ പുഴ കടന്ന് ഒരു റോഡ് ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഈ അമ്പലത്തിൻ്റെ വീട്ടുകാരുടെ അനുബന്ധിച്ചുള്ള കിണർ കണ്ടാൽ നിങ്ങൾക്കറിയാം, അത് ഈ റോഡിലാണ് നിൽക്കണേ. അപ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ ഭൂമി അല്ലെങ്കിൽ കിണർ റോഡിൽ പണിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി പണ്ട് കാലത്തും ഇത് അവിടെ മുടക്കാനും, ഈ വഴി മുടക്കുക മീൻസ് ഗതാഗതം മുടക്കുക, ജനങ്ങൾക്ക് വരാനും അമ്പലം വന്ന് തൊഴാനും കുളിക്കാൻ പോകാനും ഒക്കെയുള്ള സൗകര്യം പണ്ടും ഉണ്ട്. ഇന്നും അത് അങ്ങനെ മുടക്കിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യങ്ങൾ നമുക്കറിയില്ല, അതൊക്കെ ഞാൻ ഔദ്യോഗികമായിട്ടുള്ള ഇതിൽ വരുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് ക്ഷേത്രഭൂമി ഒരിക്കലും വേറെ അന്യാധീനപ്പെട്ട് പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഈ 3 ബിൽഡിങ്ങിനും ഫ്രണ്ട് കൂടെ വരാനുള്ള വഴിയുണ്ട്. ആ വഴി വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഈ ബിൽഡിങ്ങുകാരും ചെയ്യുന്നത്. ആ വഴി കൊണ്ട് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ട്. അപ്പുറത്തെ ബിൽഡിങ്ങിനും ഉണ്ട്, അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിനും ഉണ്ട്. സ്റ്റെപ്പായിട്ട് വയ്ക്കുന്നത് വഴിയാണല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ആരും തടസ്സം നിന്നിട്ടില്ല ഇതുവരെ. ഇതിപ്പോൾ അനധികൃതമായിട്ടൊന്നും പറയണില്ല. പക്ഷേ നമ്മളുടെ ഓഫീസർ ഒരു ലെറ്റർ കൊടുക്കാൻ പറഞ്ഞാൽ അയാൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു ഇതല്ലേ. ഈ സ്ഥലം ദേവസ്വത്തിൻ്റെ തന്നെയാണ് ഉറപ്പിച്ച് പറയാം. ആ ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതിൻ്റെ അമ്പലത്തിലേക്ക് എന്നും വരുന്ന ആളാണ്. ഇവിടെ പഠിച്ചു, എനിക്ക് 62 വയസ്സായി. ഞാൻ സ്കൂളിൽ പഠിച്ചത്. ഇവിടുത്തെ എല്ലാ കഥകളും എനിക്കറിയാം. ഞാൻ എനിക്കൊന്നും കിടക്കണില്ല. ദേവസ്വത്തിൻ്റെ ഭൂമി അവർ കൈയടക്കിക്കോട്ടെ. അതിപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ദൈവം ഇവിടെ ഉണ്ട്, ഈ ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ, അമ്പലം കാണണ്ട വെച്ചിട്ട് ഇവർ ഈ ബിൽഡിങ്ങിൻ്റെ ആൾ അത് മാറ്റിച്ചത് ഞങ്ങൾ തന്നെയാണ്. അമ്പലം കാണണ്ടേ, മേൽക്കൂര. അപ്പോൾ അമ്പലത്തിൽ പുരോഗതി വരുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം നിൽക്കുമ്പോൾ ഞങ്ങൾ കൈയ്യട്ടിയിരിക്കില്ലാന്ന്. അതാണ് ഭക്തന്മാരുടെ കടമ, അയാൾ ചെയ്യും. പിന്നെ അത് ആർക്കും ശല്യപ്പെടുത്താതെ ഒരു വഴി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് പോയിട്ട് അത് വഴി തകർത്തു എന്ന് തന്നെ പറയാം. എന്നിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു നമ്മൾ. എന്നാൽ വടക്കാഞ്ചേരിയിൽ ജനിച്ചു വളർന്ന PN രാജന് ശിവക്ഷേത്രത്തിന് പിൻവശത്തുകൂടിയുള്ള വഴിയെക്കുറിച്ച് അറിയില്ലേ എന്നാണ് ജനം ചോദിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഴിയിൽ കൂടി പുഴവക്കിലെത്തി അക്കരയ്ക്ക് കടത്തിൽ ആളുകൾ സഞ്ചരിച്ച കാലമുണ്ടായിരുന്നു. നിലവിൽ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഊട്ടുപുരയിൽ വിവാഹസദ്യയും അന്നദാനവും നടന്നിരുന്നു. ഇതിനാവശ്യമായ എല്ലാ വസ്തുക്കളും കൊണ്ടുവരുന്നത് ഈ റോഡിലൂടെയാണ്. ആനകളെ വരെ കുളിപ്പിക്കാൻ പുഴയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഈ വഴിയിലൂടെയാണെന്ന് പഴമക്കാർ പറയുന്നു. ദേവസ്വത്തിന്റെ ഒരു ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്ന് സമീപത്തെ കെട്ടിട ഉടമസ്ഥർ വ്യക്തമാക്കി. കാലങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ച് വഴി അടച്ചു കിട്ടുന്നത് മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിലാണ്. ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ജനങ്ങൾ പറയുന്നു. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നാട്ടുകാർ അറിയിച്ചു. പ്രതിഷ്ഠാ ദിനത്തിൽ മച്ചാട് തിരുവാണിക്കാവിൽ വൻ ഭക്തജന തിരക്ക്. മച്ചാട് തിരുവാണിക്കാവ് പ്രതിഷ്ഠാ ദിനത്തിന്റെ നിറവിൽ. പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവതിയെ കണ്ട് തൊഴാനായി രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ മച്ചാട് തിരുവാണിക്കാവ് ദേവി സന്നിധിയിൽ എത്തിയിരുന്നു. പുലർച്ചെ നട തുറന്ന ശേഷം ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി മന നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി സുരേഷ് എമ്പ്രാന്തിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആരംഭിച്ചു. ഗണപതി ഹോമം, ഉഷപൂജ, ഉദയാസ്തമന പൂജ, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ നേതൃത്വത്തിൽ 51 പരം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളം, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം, പൂമൂടൽ, ശ്രീഭൂതബലി, പ്രസാദ ഊട്ട് എന്നിവ നടന്നു.
ഭഗവതിയുടെ പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രനടയിൽ നടന്ന താലികെട്ട് വേറിട്ട കാഴ്ചയായി. ഊഴമനുസരിച്ച് മച്ചാട് മാമാങ്കത്തിന്റെ ഈ വർഷത്തെ ചുമതലക്കാരായ പുന്നമ്പറമ്പ് ദേശക്കാരാണ് പ്രതിഷ്ഠാദിനം നടത്തുന്നത്. കുറാഞ്ചേരിയിലെത്തിയാൽ ഐ ലവ് യു കോർണറിൽ സെൽഫി എടുക്കാം. കുറാഞ്ചേരിയിലെ ഐ ലവ് യു സെൽഫി പോയിന്റിലെത്തിയാൽ ഇനി നിങ്ങൾക്കും സ്നേഹിച്ച് സെൽഫി എടുക്കാം. വടക്കാഞ്ചേരി നഗരസഭ കുറാഞ്ചേരി സെന്ററിൽ ഒരുക്കിയിട്ടുള്ള പൂന്തോട്ടത്തിലാണ് ഐ ലവ് യു സെൽഫി പോയിന്റ് ഒരുക്കിയിട്ടുള്ളത്. 2018 പ്രളയത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ പ്രദേശമെല്ലാം കൈവിട്ടു പോയിരുന്നു. 19 പേരുടെ ജീവനം നഷ്ടപ്പെട്ട പ്രദേശമാണ് കുറാഞ്ചേരി. എന്നാൽ ഇപ്പോൾ കുറാഞ്ചേരിയിലെത്തിയാൽ ആരുടെയും മനം നിറയും. കുറാഞ്ചേരി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്നാണ് സംസ്ഥാന പാതയോരത്ത് 2500 ചതുരശ്ര അടിയിൽ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടം, മനോഹരമായ ജലധാര, അലങ്കാര വിളക്കുകൾ, കുട്ടികളുടെ കളിയിടങ്ങൾ എന്നിവ പൂന്തോട്ടത്തിലുണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പൂന്തോട്ടവും സെൽഫി കോർണറും നാടിന് സമർപ്പിച്ചു. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതികവിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. മലപ്പുറം അളക്കൂറിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃപീഡനം ആരോപിച്ച് യുവതിയുടെ കുടുംബം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃപീഡനം ആരോപിച്ച യുവതിയുടെ കുടുംബം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശിയായ വിഷ്ണുജിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2023 മെയ് മാസത്തിലാണ് വിഷ്ണുജിയും എളങ്കൂർ സ്വദേശി പ്രഭുവിനും തമ്മിലുള്ള വിവാഹം നടന്നത്. സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് വിഷ്ണുജിയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു. ഇതിനെല്ലാം ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. നടൻ മുകേഷിനെ CPM കൈവിടില്ല, കോടതി തീരുമാനം വരട്ടെ MV ഗോവിന്ദൻ. നടിയുടെ പീഡന പരാതിയിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും നടൻ മുകേഷിനെ CPM കൈവിടില്ല. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും നടിയുടെ ആരോപണം തെളിഞ്ഞുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. വാട്സപ്പ് ചാറ്റുകളും ഇമെയിലുകളും ആരോപണം ശരിവെക്കുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട്. എന്നാൽ മുകേഷ് MLA ആയി തുടരുമെന്നും കോടതി തീരുമാനം വരട്ടെയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരും പാർട്ടിയും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ വ്യക്തമാക്കി. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച KSRTC പണിമുടക്കുന്നു. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച KSRTC പണിമുടക്ക്. തിങ്കളാഴ്ച 12 മണി മുതൽ ചൊവ്വാഴ്ച രാത്രി 12 വരെ പണിമുടക്കുമെന്ന് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അറിയിച്ചു. KSRTC CMD പ്രമോഷൻ ശങ്കർ സംഘടന നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം നിർത്തുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ശമ്പള പരിഷ്കരണത്തിൽ പോലും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയില്ലെന്ന് TDF വൈസ് പ്രസിഡന്റുമാരായ D അജയ്കുമാറും T സോണിയും വ്യക്തമാക്കി. 8.5 വർഷത്തിനിടെ ഒരിക്കൽ പോലും കൃത്യസമയത്ത് ശമ്പളവും പെൻഷനും നൽകിയിട്ടില്ല. 31% DA കുടിശ്ശിക. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിലും ഇത്രയും കുടിശ്ശിക ഇല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി.
ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ് പണിമുടക്ക് പ്രഖ്യാപിക്കുന്നതെന്ന് TDF വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കച്ചവട മനോഭാവത്തോടെ നടത്തുന്ന കുറച്ച് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്ന് മന്ത്രി ശിവൻകുട്ടി. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കച്ചവട മനോഭാവത്തോടെ നടത്തുന്ന കുറച്ച് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. ചില സ്കൂളുകളിൽ 1-ാം ക്ലാസിന്റെ പ്രവേശനം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഇത് KERന്റെ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. 1-ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട്. അത് കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ബാലപീഡനമാണ് നടക്കുന്നത്. രക്ഷകർത്താക്കൾക്കും അഭിമുഖം നടത്തുന്നുണ്ട്. ഇത് അംഗീകരിക്കില്ല. 1-ാം ക്ലാസ്സിൽ അക്കാദമിക്കായി ഒന്നും വേണ്ട എന്നതാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. പാഠപുസ്തകവും വേണ്ട, എൻട്രൻസ് പരീക്ഷയും വേണ്ട. 1-ാം ക്ലാസ്സിൽ പ്രവേശനം നിഷേധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. ബാലാവകാശ നിയമത്തിന്റെ ലംഘനമാണ്. ചില സ്കൂളുകളിൽ PTA പണം വാങ്ങുന്ന പ്രവണതയുണ്ട്. സ്വകാര്യ സ്കൂളാണെങ്കിലും സർക്കാർ സ്കൂളാണെങ്കിലും PTA പണം വാങ്ങാൻ പാടില്ല. അത്തരം PTA പ്രവർത്തിക്കേണ്ടതില്ല. സർക്കാർ കർശന നടപടിയെടുക്കും. 872 അംഗീകാരമില്ലാത്ത സ്കൂളുകൾ ഉണ്ട്. അവർ തന്നെ സിലബസ് നിശ്ചയിച്ച് അവർ തന്നെ പരീക്ഷ നടത്തുന്നു. അത് കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കില്ല. എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് വാങ്ങണം. ഓൾ പ്രമോഷൻ പറ്റില്ല എന്ന് കരുതി ഒരു കുട്ടിയെയും തോൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു വിവാദവുമില്ലാതെ 10 വർഷത്തിന് ശേഷം പാഠപുസ്തകം പരിഷ്കരിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരൻ്റെയും അപമാനിച്ച ബജറ്റായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് TP രാമകൃഷ്ണൻ. പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും അപമാനിച്ച ബജറ്റായിരുന്നു ഇന്നലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചതെന്നും ലക്ഷ്യം സമ്പന്നരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതാണെന്നും അദ്ദേഹം വിമർശിച്ചു. ബജറ്റിൽ കേരളം എന്ന പദം പോലുമില്ല. വിവിധ പദ്ധതികൾ കേന്ദ്രത്തിന് മുമ്പാകെ കേരളം സമർപ്പിച്ചു. ഇവയൊന്നും പരിഗണിച്ചില്ല. വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് യാതൊരു പദ്ധതിയും ബജറ്റിലില്ല. പാവപ്പെട്ട ജനങ്ങളെ തിരസ്കരിച്ച ബജറ്റാണിത്, അദ്ദേഹം പറഞ്ഞു. മുനമ്പത്ത് കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും മുനമ്പം ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്നും മന്ത്രി P. രാജീവ്. മുനമ്പത്ത് കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും മുനമ്പം ജനതയുടെ അവകാശം സംരക്ഷിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്നും മന്ത്രി P. രാജീവ്. പരിഹാരം കാണണമെന്ന് വഴിയെ പോകുന്ന എല്ലാവർക്കും പറയാം. വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ മുസ്ലിം ലീഗിന്റെ ആളുകൾ പോലും കേസ് കൊടുക്കുന്നുണ്ട്. കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ ഹർജികൾ വരുന്നത് എന്തുകൊണ്ടെന്ന് കോടതി പരിശോധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതി തന്നെ ഇടപെടുമെന്നാണ് പ്രതീക്ഷ. മുനമ്പത്തെ ജനങ്ങളെ നിയമപരമായി എങ്ങനെ സംരക്ഷിക്കാം, അവരെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, അവർക്ക് നിയമപരമായുള്ള അവകാശങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭരണഘടന അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് അതിനുള്ള അധികാരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജോർജ് കുര്യന്റെ പ്രസ്താവനയിലും മന്ത്രി പ്രതികരണം നടത്തി. കേരളത്തെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയാണ് ജോർജ് കുര്യൻ നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. അദ്ദേഹം സാമ്പത്തിക സർവേ വായിച്ചു നോക്കിയാൽ മതിയായിരുന്നു. കേരളത്തെ പ്രകീർത്തിക്കുന്ന റിപ്പോർട്ടാണത്. ഫണ്ട് നൽകിയ സംസ്ഥാനങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് മന്ത്രി ചോദിക്കേണ്ടത്. ചൂരൽമല ദുരന്തത്തെ പോലും അദ്ദേഹം അധിക്ഷേപിക്കുന്നു എന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. ട്രൈബൽ വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതൻ വരണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമെന്ന് MP K. രാധാകൃഷ്ണൻ. ട്രൈബൽ വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതൻ വരണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമെന്ന് K. രാധാകൃഷ്ണൻ MP. രാഷ്ട്രപതിയെ അപമാനിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. സുരേഷ് ഗോപിയാണോ ഉന്നത കുലജാതരെ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. സുരേഷ് ഗോപിക്ക് എപ്പോഴും ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞ് നടപ്പാണ് പണി. കേരളത്തെ തകർക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപിയുടേത്. എല്ലാവരും അടിമയായിരിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ സ്വപ്നം. കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കാൻ സുരേഷ് ഗോപി അർഹനല്ലെന്നും K. രാധാകൃഷ്ണൻ MP ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ദരിദ്ര കേരളമായി മാറണമെന്നതാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് MV ഗോവിന്ദൻ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന ഇല്ലെന്ന് സുരേഷ് ഗോപി. മുകേഷ് MLAക്കെതിരെ ബലാത്സംഗ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം.
മലയാളികളോട് അശേഷം സ്നേഹമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് EP ജയരാജൻ. സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നിർബന്ധമായി നൽകണമെന്ന് താലൂക്ക് വികസന സമിതി ജനം ആവശ്യപ്പെട്ടു. വഴിയടക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു, ജനം നിയമ നടപടിക്ക്. പ്രതിഷ്ഠാ ദിനത്തിൽ മച്ചാട് തിരുവാണിക്കാവിൽ വൻ ഭക്തജന തിരക്ക്. കുറാഞ്ചേരിയിലെത്തിയാൽ ഐ ലവ് യു കോർണറിൽ സെൽഫി എടുക്കാം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.